അഭിമന്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് തിരുമേനി രചിച്ച ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇനി. ഇതിലേക്കായി ശ്രീ പോൾ മണലിൽ, മലയാള മനോരമ അസിസ്റ്റൻ്റ് എഡിറ്റർ, സാഹിത്യ ചരിത്രകാരൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ കൂടിയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു മുതൽക്കൂട്ടാണ് ശ്രീ മണലിൽ. ശ്രീ പോൾ മണലിനെ ക്ഷണിച്ചോളുന്നു. അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലീത്തയുടെ ഈ എപ്പിസ്കോപ്പൽ ജൂബിലി ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ വേദിയിൽ വെച്ച് നമ്മൾ ഒരു സ്വർണ്ണക്കുരിശല്ല നമ്മൾ സമ്മാനിക്കുന്നത്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന വാക്കുകളുടെ സമാഹാരമായ 4 ഗ്രന്ഥങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. അതിൽ 2 ഗ്രന്ഥങ്ങൾ വചനവിചാരങ്ങൾ, പൊരുൾ തേടി എന്ന 2 കൃതികൾ. ഈ കൃതികളെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. വചനവിചാരങ്ങൾ തിരുവല്ല ക്രൈസ്തവ സാഹിത്യ സമിതി പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ്. അഭിമന്യ ഐറേനിയോസ് തിരുമേനി എഴുതിയ 28 വചനവിചാരങ്ങൾ, വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ ആഖ്യാനവും അനുഭവ വിവരണവും, അത് സമകാല ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വളരെ പ്രൗഢമായ ഒരു പുസ്തകമാണിത്. 2ാമത്തെ പുസ്തകം തിരുവല്ല ഗ്ലോറിയ പബ്ലിക്കേഷൻസ്, ഗ്ലോറിയ ന്യൂസ്, അതിൻ്റെ പ്രധാന പ്രവർത്തകനും എഴുത്തുകാരനുമായ ഫാദർ ബിജു പി തോമസ് ഐറേനിയോസ് തിരുമേനിയുടെ ചിന്തയുടെ അടരുകൾ പൊരുൾ തേടി എന്ന പേരിൽ ഇവിടെ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നു. 2 ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ അന്തർലീനമായിരിക്കുന്ന അദൃശ്യമായ ചരട് എന്ന് പറയുന്നത് അഭിമന്യ കാതോലിക്ക ബാവ തിരുമനസ്സും നമ്മുടെ മറ്റ് പ്രഭാഷകരുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ആധ്യാത്മികതയും അറിവും സമന്വയിക്കുന്ന ഒരു വലിയ പ്രപഞ്ച സത്യത്തിലേക്കുള്ള ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിൻ്റെ ചില രൂപരേഖകളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. യാക്കോബ് മാർ ഐറേനിയോസിൻ്റെ ചിന്തയുടെ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പ്രകാശവും അനുഭവത്തിൻ്റെ വ്യാപ്തിയും എല്ലാം അദ്ദേഹം വാക്കുകളുടെ പൂമരമായി ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സമാഹരിച്ചിരിക്കുകയാണ്. ചിന്തയെയും അനുഭവത്തെയും അനന്യസാധാരണമായ പൂമരമാക്കി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ ധിഷണ പ്രതിഭ വളരെയധികം അദ്ദേഹം ഈ മലങ്കര സഭയ്ക്ക് മാത്രമല്ല മലയാള സാഹിത്യത്തിനും നമ്മുടെ വെളിച്ചത്തിൻ്റെ പോലിലൊടുന്ന എല്ലാവർക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ പുസ്തകത്തിൽ ആരാധനായ വത്സന്തപു പറഞ്ഞ പോലെ വെളിച്ചത്തെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ ഐറേനിയോസ് തിരുമേനി അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഈ 2 കൃതികളിലും ഐറേനിയോസ് തിരുമേനി അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ബാലസമാജം വൈസ് പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു വരുന്ന ഫാദർ ബിജു തോമസ് ഐറേനിയോസ് തിരുമേനി എഴുതിയ 2 പുസ്തകങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഐറേനിയോസ് പിതാവിൻ്റെ ജൂബിലി ആഘോഷത്തെപ്പറ്റിയുള്ള ചിന്ത അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ആശങ്കയും ചിന്തയും ഞങ്ങളെ പ്രത്യേകമായി അലട്ടിയ ഒരു കാര്യമാണ്. ഓരോ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന വ്യതിരിക്തതയും വ്യത്യസ്തതയുമുണ്ട്. അതിന് അനുയോജ്യമായിരിക്കണം സമ്മേളനം, ആഘോഷങ്ങൾ എന്നുള്ള ചിന്തയിലാണ് തിരുമേനിയുടെ ഉത്തമ സുഹൃത്തും
എഴുത്തുകാരനുമായ പോൾ മണലിലുമായി ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ തിരുമേനിയുടെ ചിന്തകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ആ അന്വേഷണത്തിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഏകദേശം 200-ൽ പരം ലേഖനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അത് സമാഹരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. തിരുമേനി ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ വാസ്തവത്തിൽ വ്യക്തിപരമായി വലിയ ശ്രദ്ധയുള്ള ഒരാളായിട്ട് അന്വേഷണത്തിൽ കണ്ടില്ല. എന്നാൽ പല സ്ഥലങ്ങളിൽ നിന്നും അതെല്ലാം കൂടെ ഞങ്ങൾ സമാഹരിച്ചു. ആ തിരുമേനിയുടെ സന്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മമതത്വം പാലിക്കുന്നത് കൊണ്ട് പറ്റുന്ന പ്രശ്നമാണ്. ഇത്രയും ലേഖനങ്ങൾ ഞങ്ങളതിനെ അടുക്കി വെച്ചപ്പോൾ ഏകദേശം 5 ഗ്രന്ഥങ്ങൾക്കുള്ള മാറ്റർ അതിൽ കണ്ടെത്തി. ഏകദേശം 180ഓളം മലയാള ലേഖനങ്ങൾ, 40 ഇംഗ്ലീഷ് പ്രബന്ധങ്ങൾ, അതിൽ ചെറു ലേഖനങ്ങൾ എല്ലാം കൂടെ വളരെ ചെറുതായിട്ടുള്ള ചിന്തകൾ അടങ്ങുന്ന ചെറിയ ലേഖനങ്ങൾ ഏകദേശം 100-ൽ പരമുണ്ട്. അതിൽ 28 ക്രൈസ്തവ സാഹിത്യ സമിതി, അതാണ് വചന വിചാരങ്ങൾ. 2 പൊരുൾ തേടി, തിരുമേനിയുടെ ചിന്തകളുടെ അടരുകൾ എന്ന പേരിൽ ഗ്ലോറിയ ന്യൂസ് പബ്ലിക്കേഷനാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. 3 തിരുമേനിയുടെ ചില നീണ്ട ലേഖനങ്ങൾ, അതിനെ വീണ്ടും 3 ഭാഗമായി വിഷയ അടിസ്ഥാനത്തിൽ തരം തിരിച്ചു. അപ്പോൾ 1-ാം ഭാഗത്ത് സഭയുടെ പൊതുവായ വിഷയങ്ങൾ, സന്യാസം, വിദ്യാഭ്യാസം, പിതാക്കന്മാരെ പറ്റിയുള്ള അല്പവേദശാസ്ത്ര ഉൾക്കാഴ്ചകളുള്ള ലേഖനങ്ങൾ 12ഓളം അത് 1-ാം ഭാഗത്തും, ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പൊതു ദർശനം തിരുമേനി പറയുന്നത്, YMCയെ പറ്റിയുള്ളത്, ഈ സുകുമാർ അഴീക്കോട് സാറിൻ്റെ തത്വമസി എന്ന ഗ്രന്ഥത്തിന് തിരുമേനി നടത്തിയ ഒരു സാഹിത്യ നിരൂപണം വളരെ ആഴമായി സാഹിത്യ ഗുണമുള്ളതും വളരെ വിജ്ഞാനപ്രദവുമായ ഒരു ലേഖനമാണ്. പിന്നീട് സഭയിലെ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ പറ്റിയുള്ള നീണ്ട ലേഖനങ്ങളാണ്. ഏകദേശം 180ഓളം പേജുകൾ വരുന്ന ഈ ഗ്രന്ഥം നമ്മൾ വളരെ ഭംഗിയായി അത് പ്രസിദ്ധീകരിക്കുകയാണ്. തിരുമേനിയുടെ ഫോട്ടോകൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേക സാഹചര്യം ഒരുക്കി ഫോട്ടോകൾ സംഘടിപ്പിച്ചാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സിറിയക് തോമസ് സാറാണ്. തിരുമേനിയുടെ സുഹൃത്തും ഞങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. വളരെ മനോഹരമായി അതിന് അവതാരിക സിറിയക് തോമസ് സാർ എഴുതിയിട്ടുണ്ട്. ഒരഭിപ്രായം അതിൻ്റെ പുറം പേജിൽ രേഖപ്പെടുത്തിയ വത്സന്തംബുവച്ചനാണ്, അക്ഷരങ്ങളുടെ ആചാര്യനാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് ഒരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3 തിരുമേനിയുടെ ജീവിതരേഖ ഈ 3 പറഞ്ഞ പുസ്തകത്തിൽ ചേർക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ക്യാരക്ടർ മാറും എന്നുള്ളതുകൊണ്ട് ഒരു മെമ്മയർ പോലെ, ഒരു സുവനീർ പോലെ അതിമനോഹരമായി തിരുമേനിയുടെ ചിത്രങ്ങൾ സചിത്രം ആയി അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ചില സന്ദേശങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുക. ഇതിൻ്റെ ഇന്ന് വേദിയിലുള്ളവർക്കെല്ലാം അതിൻ്റെ കോപ്പികൾ കൊടുക്കും. താഴെയുള്ളവർക്ക് അത് വാങ്ങുവാൻ തക്കവണ്ണം നമ്മൾ വോളണ്ടിയേഴ്സിനെ ക്രമീകരിച്ചിട്ടുണ്ട്. 3 പുസ്തകം കൂടെ ചേരുമ്പോൾ 390 രൂപയാണ് അതിൻ്റെ വില. ഇന്ന് പ്രത്യേകമായി 350 രൂപയ്ക്ക് എല്ലാവർക്കും കവറിൽ ഈ പുസ്തകം ആ കൂട്ടത്തിൽ സൗജന്യമായി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കിറ്റ് നിങ്ങളുടെ ഭാഗത്തൂടെ വരും. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും 200 പേർക്കേ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളൂ. അത്രയും പേരും അത് വാങ്ങി സഹകരിക്കണം എന്ന സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ മാസ്റ്റർ ഓഫ് സെറമണീസ് അനൗൺസ് ചെയ്യും. ഇപ്പോൾ പരിചയപ്പെടുത്തിയ 4 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നതാണ്. ആദ്യത്തെ പുസ്തക പ്രകാശനത്തിനായി ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, YMCA നാഷണൽ പ്രസിഡന്റ് ആൻഡ് ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് പാറ്റ്ന ഹൈക്കോർട്ട്,
പുസ്തകം പ്രകാശനം ചെയ്യുകയും 2 വാക്ക് സംസാരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദൈവതിരുനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. വചന വിചാരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ പ്രകാശനം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങളെ, യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഒരു സ്കോളറാണ്, പല ഡോക്ടറേറ്റുകളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന് ഞാൻ കണ്ട ഏറ്റവും വലിയ ഗുണം പ്രബോധന വരം കിട്ടിയിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം പ്രസംഗിക്കാൻ പോയൊരു ക്ലാസ് എടുക്കുന്ന പോലെ. അത് നേരത്തെ കോളേജ് അധ്യാപകനായിട്ടിരുന്നതുകൊണ്ടായിരിക്കാം, നമ്മളെ അറിയാതെ തന്നെ പേനായും കടലാസും തപ്പും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ. പ്രബോധന വരം, അത് അത്രയും പാണ്ഡിത്യമുള്ള ഒരാൾ, അത് പറഞ്ഞ് അറിയിക്കാൻ കൂടി കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ സമയം തെറ്റാതെ ഏത് മീറ്റിങ്ങിലിരുന്നാലും സന്ധ്യാ നമസ്കാരത്തിന് പോയി ആ പ്രാർത്ഥന, ആ ഉപവാസം, അത് വളരെ നിർബന്ധമായിട്ട് ശരിക്കും ഒരു സന്യാസി ആയിട്ട്, ഒരു താപസനായിട്ട്, ആ പഴയ ദിവനാസോസ് തിരുമേനിയുടെയും പഴയ വലിയ ബാബയുടെയും ഒക്കെ ശിക്ഷണത്തിൽ ആ അച്ചടക്കം ഉള്ള ഒരു വലിയൊരു തിരുമേനിയാണ്. അതുകൂടാതെ ഗ്രന്ഥകാരനാണ്. സാധാരണഗതിയിൽ 2 പ്രാവശ്യം വായിച്ചെങ്കിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം അല്പം കട്ടിയാണ്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മുഴുവൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവേഷണത്തിൽ, അതുകൊണ്ടാണ് ഈ ഡോക്ടറൊക്കെ ഉള്ളത്, ഗവേഷണത്തിൽ വളരെയേറെ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ഗവേഷണം ചെയ്ത് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് പുസ്തകം വായിക്കുന്നത് നമ്മുടെ ആത്മീയമായ ഉണർവിന്, അതുപോലെ തന്നെ ജനറൽ നോളജിനും വളരെയേറെ നല്ലതാണ്. നമ്മുടെ വിശ്വാസം എന്താണെന്നും ക്രിസ്ത്യ വിശ്വാസം എന്താണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന് ഉതകുന്നതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കട്ടെ. കൂടുതൽ സമയമെടുക്കുന്നില്ല. തിരുമേനിയോട് പ്രാർത്ഥനയിൽ ഓർക്കണമേ. തിരുമേനിക്ക് കൂടുതൽ മലങ്കര സഭയെയും ക്രിസ്ത്യ സമൂഹത്തെയും സേവിക്കുവാനായിട്ട് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും, മധ്യസ്ഥതയിൽ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായിട്ട് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായ, ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്, അസോസിയേഷൻ സെക്രട്ടറി, ഒത്തിരി ആൾക്കാരുണ്ട്, ജി തോമസൺ സാറ്, ജസ്റ്റിസ് ഓണറബിൾ ജസ്റ്റിസ് ചാരി, ഇങ്ങനെ വലിയ വിശിഷ്ടാതിഥികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായിട്ടുള്ള എം.ഒ. ജോണച്ചനെ ക്ഷണിച്ചോളൂ. താങ്ക് യു ജസ്റ്റിസ് കോശി ആൻഡ് താങ്ക് യു ഫാദർ ഡോക്ടർ എം.ഒ. ജോൺ. 2ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ജസ്റ്റിസ് ഷാജി പി ചാലി, ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള. ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ യോഗത്തിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഐറേനിയോസ് തിരുമേനിയോടൊപ്പം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനത്ത് യോഗങ്ങളിലും മറ്റൊന്ന് 2 വേദികളിലും സംബന്ധിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തിരുമേനി എഴുതിയ മുൻ കൊച്ചി ഭദ്രാസനാധിപൻ സെവേറിയോസ് തിരുമേനിയുടെ ഒരു പുസ്തക സമാഹാരത്തിൻ്റെ അവതാരിക ദീർഘമായിട്ട് വായിക്കുവാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ അഗാധ പാണ്ഡിത്യം വിളിച്ചോതുന്ന പുസ്തകങ്ങൾ ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. ധാരാളം വിശിഷ്ട വ്യക്തികളും പ്രശസ്ത വ്യക്തികളും ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഈ വേദിയിലുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ഈ ന്യായാധിപരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഉദ്ഘാടന സമയത്ത് തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് ദീർഘമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഇനി അധികം ആളുകൾ കൂടുതൽ പേര് സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിക്ക് വളരെ ശക്തിയോടും ആർജവത്തോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ദീർഘായുസ്സുണ്ടാവട്ടെ. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാനും കൂടുതൽ പഠനങ്ങൾ നടത്തി കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുകയും സമൂഹത്തെയും സഭയെയും സേവിക്കാൻ കൂടുതൽ അവസരങ്ങൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട്
എൻ്റെ വാക്കുകൾ ചുരുക്കുകയും തിരുമേനിയുടെ ഈ പുസ്തക സംഹാരം ഞാനത് റിലീസ് ചെയ്യുകയും ചെയ്യുകയാണ്. കൽക്കട്ട ഡയോസിസിൻ്റെ ഡോക്ടർ ജോസഫ് മാർ ഡയനീസിസ് തിരുമേനിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. പത്തനാപുരം താബോർ ദേറ സമൂഹ അംഗത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ തിരുമനസിലേക്ക് ദേറ സന്യാസ സമൂഹങ്ങളുടെ വകയായിട്ടുള്ള എല്ലാ ആശംസയും പ്രാർത്ഥനയും പ്രത്യേകമായി നേർന്നുകൊള്ളുന്നു. എൻ്റെ വ്യക്തിപരമായതും ആശ്രമത്തിൻ്റെതുമായ ഒരു സ്നേഹോപഹാരം ആദ്യം അദ്ദേഹത്തെ ശാളണിയിക്കുന്നു, അതിനുശേഷം ഈ സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ജിജി തോംസൺ IAS ഫോമർ ചീഫ് സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. ജൂബിലറിയനായ ഡോക്ടർ യാക്കോബ് മാർ ഐറീനിയസ് തിരുമേനിയുമായുള്ള എൻ്റെ ചങ്ങാത്തത്തിന് 4 ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഒരു BEd വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ മുതൽ ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. തിരുവനന്തപുരം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു കൊച്ചച്ഛനായി വന്ന കാലമായിരുന്നു അത്. അന്ന് പരിചയപ്പെട്ട കൊച്ചച്ഛനിൽ നിന്നും ഇന്ന് വലിയ മെത്രാപ്പോലിത്ത എന്ന് പറയാൻ പറ്റില്ല, കാരണം ആൾ വലിയതല്ല. കൃഷഗാത്രനായ ഈ മെത്രാപ്പോലിത്തയെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ നോക്കുകയായിരുന്നു. അന്ന് കണ്ട അതേ പൊക്കം, അതേ വണ്ണം, യാതൊരു വ്യത്യാസവുമില്ല. ആകെയുള്ള വ്യത്യാസം താടിമീശകൾ നരച്ചിട്ടുണ്ട്, അത്രയൊരു വ്യത്യാസമുണ്ട്. അന്ന് ബിരുദത്തിന് വേണ്ടി പഠിച്ചു, ബിരുദാനന്തര ബിരുദങ്ങൾ നേടി, ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും ഡോക്ടറൽ ബിരുദങ്ങൾ നേടി. ഈ ബിരുദങ്ങളെല്ലാം നേടുമ്പോഴും ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഒരിക്കൽ അന്ന് അച്ഛനായിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറിയാനച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു. അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് വേഗം ഇറങ്ങാൻ വേണ്ടി തിരക്ക് കൂട്ടി. അപ്പോൾ 3 വയസ്സുകാരിയായ എൻ്റെ മകൾ അച്ഛനോട് പറഞ്ഞു, ഈ അച്ഛൻ ഒന്നും അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാതെ പോകുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അന്ന് അങ്ങനെ കൊച്ചു പറഞ്ഞെങ്കിലും ഇന്ന് തിരുമേനി ഇത്രയും വലിയ ബിരുദങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണെങ്കിലും ഇന്നും അദ്ദേഹം പറയും എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന്. വിജ്ഞാനത്തിൻ്റെ ലക്ഷണമാണത്. നല്ല വിവരം വെച്ച വിദ്യാഭ്യാസമുള്ള വിചക്ഷണനായ ഒരാൾക്ക് മാത്രമേ തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയാൻ കഴിയൂ. ഞാൻ ഇംഗ്ലണ്ടിൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹം മെത്രാപ്പോലിത്തയായതിനു ശേഷം അവിടെ ഇംഗ്ലണ്ടിൽ വന്നു. അന്ന് തിരുമേനിയെയും കൂട്ടി ഷേക്സ്പിയറുടെ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിലും വേർഡ്സ്വർത്തിൻ്റെ ലേക്ക് ഡിസ്ട്രിക്റ്റിലും അദ്ദേഹത്തെ കൊണ്ടുപോയി. ഷേക്സ്പിയറുടെ സ്വന്തം നാടായ ജന്മസ്ഥലമായ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എല്ലാ സാഹിത്യ വിദ്യാർത്ഥികളും കണ്ടിരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്നാൽ ഷേക്സ്പിയർ താമസിച്ച വീട്, അദ്ദേഹം വളർന്ന വീട് കാണാം. അതിന്നൊരു മ്യൂസിയമാണ്. അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ച മേശ, കസേര, എഴുതാൻ ഉപയോഗിച്ച തൂവൽ, ഇതെല്ലാം അവിടെ കാണാൻ കഴിയും. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണേണ്ട കാഴ്ചയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും വന്ന് സന്ദർശിച്ചു പോകുന്നത്. പക്ഷേ ഈ വരുന്ന സന്ദർശകർക്കെല്ലാം ഒരു വിഷമമുണ്ട്. ഷേക്സ്പിയറുടെ ഒരു നാടകമെങ്കിലും കാണാതെ പോകാൻ അവർക്ക് മനസ്സ് വരില്ല. പക്ഷെ ഒരു നാടകം കാണണമെങ്കിൽ 3-4 മണിക്കൂർ വേണം. അത്രയും സമയം പലർക്കും ഉണ്ടാവില്ല. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവരവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു സദസ്സ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആംഫി തിയേറ്റർ, 10,000-20,000 25,000 പേർക്ക് ഒരുമിച്ചിരിക്കാം. ആ ആംഫി തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകുന്നേരം
ഒരു മഹാനടൻ വന്നിട്ട് ഷേക്സ്പിയറുടെ വിവിധ കഥാപാത്രങ്ങളെ ഒന്നൊന്നായി അവതരിപ്പിക്കും. ഓരോ കഥാപാത്രവും 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഒഥല്ലോ, ഇയാഗോ, ജൂലിയസ് സീസറും മാർക്ക് ആൻ്റണിയും കാഷ്യസും റോമിയോയും ജൂലിയറ്റും എല്ലാം അവിടെ പ്രത്യക്ഷപ്പെടും. ഈ മഹാനടൻ ഒറ്റയ്ക്ക് മോണോ ആക്ട് നടത്തി ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരും. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരു മണിക്കൂർ കൊണ്ട് ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാൻ സാധിക്കും. ഈ പരിപാടി അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏറ്റവും അവസാനം അദ്ദേഹം 23-ാം സങ്കീർത്തനം ചൊല്ലും. 23-ാം സങ്കീർത്തനം ചൊല്ലിക്കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന 20-25,000 ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കും. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതാണ് പരിപാടി. ഈ പരിപാടി നടന്നിരുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു കൊച്ചു ബാലൻ വന്നിട്ട് ഈ മഹാനടനോട് ചോദിച്ചു, സർ, ഇന്ന് 23-ാം സങ്കീർത്തനം ചൊല്ലുന്നത് അതിനുള്ള അവസരം എനിക്ക് നൽകാമോ എന്ന് ചോദിച്ചു. ആദ്യമൊന്ന് മടിച്ചു, എങ്കിലും കൊച്ചു കുഞ്ഞല്ലേ, അവൻ്റെ ആഗ്രഹം നിറവേറ്റട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. ആ അവസരം അദ്ദേഹത്തിന് കൊടുത്തു. അന്ന് ആ ബാലൻ അവിടെ 23-ാം സങ്കീർത്തനം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കി, ആരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നില്ല. എല്ലാവരും തല കുമ്പിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മഹാനടന് അത്ഭുതമായി. അദ്ദേഹം ഈ ബാലനോട് ചോദിച്ചു, ഇത്രയും വർഷം ഞാൻ ഈ 23-ാം സങ്കീർത്തനം ചൊല്ലിയിട്ട് ഒരാൾ പോലും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു, സർ, യു നോ Psalm 23, ഐ നോ ദ ഷെപ്പേർഡ്. അങ്ങേക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എനിക്ക് ഇടയനെ അറിയാം. ഇതാണ് വ്യത്യാസം. ഇടയനെ അറിയുക, ഇടയനെ അറിയുന്ന ഒരാളായി മാറുക, എല്ലാ ക്രൈസ്തവൻ്റെയും പ്രാഥമികമായ ധർമ്മം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇടയനെ അറിയുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയത്വത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ കാണുകയും അവനെ അറിയുകയും അവനെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയത്വത്തിൻ്റെ കാതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തീയത്വത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയാണ് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനി എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അദ്ദേഹം എഴുതിയ വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ എന്ന പുസ്തകമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം എഴുതിയ മറ്റു പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ഗഹനമായ വിശ്വാസങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി, വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് സ്വീകരിക്കാനായി ഡോക്ടർ രമേശ് എലമൻ നമ്പൂതിരിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷപ്രദമായ ഒരു മുഹൂർത്തത്തിന് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. വേദാന്തം പറയുന്നത് 2 വശവും മൂർച്ചയുള്ളൊരു വാളിൻ്റെ പുറത്തുകൂടി നടക്കുന്നതാണ് ആത്മീയത എന്നാണ്. 2 വശവും മൂർച്ചയുള്ള ഒരു വാളിൻ്റെ മുകളിൽ കൂടി നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ ജീവിതം ഏറ്റവും ദുഷ്കരമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിൽ നിന്നും പലരും പിന്തിരിഞ്ഞു പോയിട്ടുമുണ്ട്. വളരെ പ്രസിദ്ധമായ അർത്ഥവിരാമം സെമിക്കോളൻ എന്ന ഒരു പുസ്തകമുണ്ട് ഒരു സന്യാസിയുടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, അർത്ഥവിരാമങ്ങൾ ഇല്ലാതെ വിട്ടുവീഴ്ചയില്ലാത്ത ഉപാസനാഭാവങ്ങളോടുകൂടി കർശനമായ ഭക്തി ഭാവങ്ങളോടുകൂടി ഈശ്വര സന്നിധിയെ തിരിച്ചറിയുന്ന ഒരു മഹാപുരുഷൻ്റെ സന്നിധിയിൽ നാം ഇപ്പോൾ നിൽക്കുന്നു. ശാഖോപശാഖികളായി പടർന്നു നിൽക്കുന്ന ഒരു ബോധിവൃഷ്ടത്തിൻ്റെ തണലും തണുപ്പും ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നു. അതൊരു മഹാഭാഗ്യം എന്ന് കണക്കാക്കുകയാണ്. ആത്മീയതയുടെ പുതിയ പുതിയ
താരകളിലേക്ക് നടന്നു നീങ്ങുവാനും പുതിയ പുതിയ നിരവധി അനുഭൂതിയുടെ പുഷ്പങ്ങൾ ഇറുത്തെടുക്കുവാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ തിരികൾ തെളിയുന്ന ഭാവഗരിമയാർന്ന ആത്മീയ സങ്കല്പങ്ങളുടെ മനോഹാരിത പുൽകിയുണരുന്ന പ്രഭാതങ്ങളും പ്രദോഷങ്ങളും അദ്ദേഹത്തെ പുൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തിരുവല്ലയിൽ നിന്നും ഇന്ന് രാവിലെ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കക്ഷത്തിൽ വിയർപ്പും കല്ലും മുള്ളുമൊക്കെ ഉണ്ടായിരുന്ന ഒരുപിടി അവലുമായി നടന്നു നീങ്ങിയ ഒരു കുചേല ഭാവത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാവപ്പെട്ട ഈ തിരുമേനി, മഹാ തിരുമേനിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ സംശയിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം വന്നു, എടാ മുതുമുത്തച്ഛന്മാർ നിന്റെ തേവാരപ്പുരയുടെ മുൻപിലിരുന്നു കൊണ്ട് ചില മന്ത്രങ്ങൾ നിനക്ക് ഉരുവിട്ട് തന്നിട്ടില്ലേ? അതിലെ ഏറ്റവും വലിയ മന്ത്രം എന്താണ്? ഡോക്ടർ വത്സൻ സാറ് പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനോഹരമായ വാക്കുകൾ പറയുക എന്നുള്ളതാണ്. ഞങ്ങളുടെ മുത്തച്ഛന്മാർ പറയുന്നു, ആയുസ്സൂക്തത്തിലെ മനോഹരമായ 4 വരികളുണ്ട്. 100 വസന്തങ്ങളും ഹേമന്തങ്ങളും വേനൽക്കാലങ്ങളുമൊക്കെ അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം അങ്ങേക്ക് ലഭിക്കട്ടെ. നന്മയുടെ ഒരുപാട് ശാദ്വല തീരങ്ങളിലൂടെ നടന്നു നീങ്ങുവാൻ അങ്ങേക്ക് കഴിയട്ടെ. ഒരു വ്യക്തിക്ക് ഏറ്റവും ആശംസിക്കുവാൻ കഴിയുന്ന സന്ദേശം അതാണ്. ഹേ മഹാപ്രഭു, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സാ സ്മരിച്ചുകൊണ്ട് ആയുസ്സൂക്തത്തിലെ 4 വരികൾ ചൊല്ലിക്കൊണ്ട് അടിയൻ്റെ ഉപഹാരം സ്വീകരിച്ചാലും. ശതം ജീവശരതോ വർദ്ധമാന, ശതം ഹേമന്താൻ ശതമു വസന്താൻ, ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി, ശതായുഷ ഹവിഷേമം പുനർവസു. നന്ദി. അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ, റിട്ടയർഡ് ജഡ്ജ്, ഹൈക്കോർട്ട് ഓഫ് കേരളയെ ക്ഷണിച്ചുകൊള്ളുന്നു. എപ്പിസ്കോപ്പൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ഐറേനിയസ് തിരുമേനിയെ അനുമോദിക്കാനായി ചേർന്ന ഈ ഫംഗ്ഷൻ്റെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരിലും ആദരിക്കപ്പെടുന്ന ഗുരുശ്രേഷ്ഠൻ, തികഞ്ഞ ഒരു വാഗ്മി, വേദപണ്ഡിതൻ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥകർത്താവ് തുടങ്ങിയ വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മുടെ ഭദ്രാസന അധിപൻ കൂടിയായ ഐറേനിയസ് തിരുമേനി. തിരുമേനിയെപ്പറ്റി ധാരാളം ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞു കഴിഞ്ഞു. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര ഗുണഗണങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമാണ് തിരുമേനിയുടേത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ അഭിമന്യ തിരുമേനിക്ക് ദീർഘകാലം ആത്മീയ ചൈതന്യം നമുക്ക് പകർന്നു തരുവാനും നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകി നമ്മെ നയിക്കുവാനും ഇനിയും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കുവാനും തൻ്റെ പാണ്ഡിത്യം നമുക്ക് പാണ്ഡിത്യത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് പകർന്നു തരുവാനും തക്കവണ്ണം ദീർഘായുസ്സും ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി സ്വീകരിക്കുന്നതിന് ജേക്കബ് മാത്യു, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, ദുബായ്, ക്ഷണിച്ചുകൊള്ളുന്നു. മംഗളപത്രം വായിക്കുകയാണ് ഫാദർ ഡോക്ടർ എം.ഒ. ജോൺ, വൈദിക ട്രസ്റ്റി. ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനി ഒരു വൈദികനായിരിക്കുന്ന കാലം മുതൽ അന്ന് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് നല്ല പരിചയമുണ്ട്. അതുമുതലുള്ളതായ സൗഹൃദ ബന്ധം ഇന്നും തുടരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ മംഗളപത്രം വായിക്കുന്നു. മെത്രാൻ സ്ഥാനാഭിഷേകത്തിൻ്റെ 25 സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്ന കൊച്ചി മെത്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് ഭദ്രാസനത്തിലെ ആത്മീയ മക്കൾ ഭക്ത്യാദരവുകളോട് സമർപ്പിക്കുന്ന മംഗളോപഹാരം.
മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അജപാലന ശുശ്രൂഷയിലൂടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ച അവതരിപ്പിച്ച ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത ജീവിതത്തെ ദൈവികാനുഭവത്തിൻ്റെ പരീക്ഷണശാലിയാക്കിയ മഹാനുഭാവനാണ്. മേൽപ്പെട്ട ശുശ്രൂഷയിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അഭിഷിക്തമായ കർമ്മജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ നാൾ വഴികളായി മലങ്കര സഭയ്ക്ക് അരങ്ങൊരുക്കിയ ഒരു സാക്ഷ്യജീവിതമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മാവിനെ സ്പർശിച്ച ധ്യാനഗുരു എന്ന നിലയിലും അറിവിൻ്റെ അക്ഷയഖനിയിൽ ആഴത്തിൽ വേരുകൾ ഓടിച്ച പണ്ഡിതൻ എന്ന നിലയിലും അക്ഷരങ്ങളുടെ ആത്മസൗന്ദര്യത്തെ ഉപാസിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിലും വാക്കുകളേക്കാൾ വാചാലമായ ആശയഗരിമ കൊണ്ട് അനന്യസാധാരണമായ വാക്വിലാസം പുലർത്തുന്ന പ്രഭാഷകൻ എന്ന നിലയിലും കന്മഷങ്ങളില്ലാത്ത ആത്മീയ പൗരുഷം കൊണ്ട് അർത്ഥവും ആദർശവും ധീരതയും പ്രദാനം ചെയ്ത സന്യാസി ശ്രേഷ്ഠൻ എന്ന നിലയിലും മൗനവും മനനവും കൊണ്ട് കർമ്മജീവിതത്തിൽ ആത്മീയ പരിമളം പ്രസരിപ്പിച്ച ആധ്യാത്മിക വിചിന്തകൻ എന്ന നിലയിലും വേദപുസ്തക വിജ്ഞാനത്തിലും വേദശാസ്ത്രത്തിലും പാരംഗതനായ സത്യാന്വേഷി എന്ന നിലയിലും ശിഷ്യഗണങ്ങൾക്ക് അതിരുകളില്ലാത്ത സ്നേഹവും നന്മയും അറിവും പ്രകാശിപ്പിച്ച ഗുരുശ്രേഷ്ഠൻ എന്ന നിലയിലും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സഭകളുടെയെല്ലാം അഭിമാനമാണ് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത. അജപാലന ജീവിതത്തിലെക്കാലവും സത്യസന്ധതയും ആർജവവും പുലർത്തിയിട്ടുള്ള അഭിമന്യ മെത്രാപ്പൊലീത്ത മലങ്കര സഭയുടെ വിവിധ മേഖലകളിൽ മാത്രമല്ല സഭകളുടെ ദേശീയവും അന്താരാഷ്ട്രവുമായ ഒട്ടേറെ വേദികളിലും ആദരവും അംഗീകാരവും ആർജിച്ചിട്ടുള്ളത് ആദരപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. ഭാരതത്തിലെ വിവിധ സഭകളുടെ സംയുക്ത സാമൂഹ്യ സേവന പ്രസ്ഥാനമായ കാസായുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ തിരുമനസ്സിൻ്റെ തുടർന്നുള്ള കർമ്മജീവിതം പ്രഭാപൂരിതമാകുവാൻ ഈ ആഘോഷം ഒരു കാൽവയ്പാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംശുദ്ധമായ ജീവിതമാണ് അങ്ങയുടെ വ്യതിരക്തതയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിത വിശുദ്ധിയിലൂടെ മാതൃകാപരമായ ആധ്യാത്മിക ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവേ, അങ്ങയുടെ മേൽപ്പെട്ട സ്ഥാനാഭിഷേകത്തിൻ്റെ ഈ ജൂബിലി വേളയിൽ പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ അർപ്പിക്കുവാൻ അങ്ങയുടെ ആത്മീയ മക്കളായ ഞങ്ങൾ ആഹ്ലാദപൂർവം ഈ മംഗളപത്രം സമർപ്പിച്ചുകൊള്ളുന്നു. ഈ മംഗളപത്രം ഇന്ന് ഇവിടെ വായിക്കുവാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനാണ്. ഈ മംഗളപത്രം അഭിമന്യ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനിക്ക് സമർപ്പിക്കുവാനായിട്ട് നിയുക്തനായിരുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. അവരുടെ 2 പേരുടെയും അഭാവത്തിൽ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി എന്നുള്ള നിലയിൽ ഈ മംഗളപത്രം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിമന്യ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് സമർപ്പിക്കുന്നു. അഭിമന്യ തിരുമേനി, ഈ മംഗളപത്രം മലങ്കര സഭയുടെ മംഗളപത്രമാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് ഈ മംഗളപത്രം അഭിമന്യ പിതാവിന് സമർപ്പിക്കാം. Next is a memento presentation by Dr. Cyriac Thomas, former Vice Chancellor, MG University. ജീവിതം കൊണ്ടും പ്രവർത്തന സാക്ഷ്യങ്ങൾ കൊണ്ടും ഐറേനിയസ് തിരുമേനി വ്യത്യസ്തനായ പട്ടക്കാരനും വ്യത്യസ്തനായ മേൽപ്പട്ടക്കാരനുമാണ്. തിരുമേനി 100% യഥാർത്ഥ ഒരു ആത്മീയനുമാണ്. മഹാഗുരുസാഗരമായിരുന്ന അധ്യാപകനാണ്. അനന്യനായ പുരോഹിതനാണ്. ആരാധ്യനായ മഹാപുരോഹിതനുമാണ്.
തിരുമേനി ഒരു മത നേതാവല്ല, പ്രത്യുത നമ്മളുടെ ആത്മീയ മഹാചാര്യനാണ്. രാജയോഗവും കർമ്മയോഗവും സന്യാസയോഗവും സമഞ്ജസമായി സമന്വയിപ്പിച്ച മഹാതാപസനുമാണ് ഐറേനിയസ് തിരുമേനി. അഭിവന്യ ഐറേനിയസ് തിരുമേനിക്ക് എൻ്റെ ഹൃദയ പ്രണാമത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാപൂർവം ആയുഷ്മാൻ ഭവ എന്ന് തിരുമേനിയെ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ തിരുമേനിക്കുള്ള നമ്മുടെ പ്രത്യേകമായ ഉപഹാരത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അഭിവന്യ ഐറേനിയസ് തിരുമേനിയെ പൊന്നാട അണിയിക്കുന്നതിനായി സന്യാസ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് MC കുര്യാക്കോസ് അച്ഛനെയും സെക്രട്ടറി ഫാദർ മത്തായി OICയെയും ക്ഷണിക്കുന്നു. തിരുമേനിയെ പൊന്നാട അണിയിക്കുന്നതിന് ഇസ്രായേൽ റമ്പാച്ചൻ തിരുച്ചിറപ്പള്ളി താബോർ ആശ്രമത്തിൽ ക്ഷണിക്കുന്നു. ഫാദർ സക്കറിയ പനക്കാമറ്റം ദിദിമോസ് ബാലിക ഭവൻ തെങ്ങേലിൽ തിരുവല്ല. അടുത്തതായി സാം ചെറിയാൻ കരുവേലി വിശാഖപട്ടണം ബാംഗ്ലൂർ ഡയസസ്. റോയ് കെ ജോർജ്, അനിൽ കെ ജോർജ്, മദ്രാസ് സെയിൻറ്റ് തോമസ് മൗണ്ട് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്. ജോൺ ജോർജ്, ജോളി പീറ്റർ, പൊന്നാടയും മെമൻറ്റോവും മദ്രാസിൽ നിന്ന്. ജോർജ് ജോസഫ്, സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ബാംഗ്ലൂർ. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. ആർച്ച് ബിഷപ്പ് മാർ അപ്രേം മെട്രോപൊളിറ്റൻ ഓഫ് കാൽഡിയൻ സിറിയൻ ചർച്ച്. എല്ലാ ആശംസകളും തിരുമേനിക്ക് നേരുന്നു. 25 വർഷം സഭയുടെ സേവനം പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നീട് മാത്രമല്ല, തിരുമേനിയുമായിട്ട് പല സ്ഥലത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാറുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തിരുമേനി ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. തൃശ്ശൂരാണ് ഞാൻ. തിരുമേനിയുടെ ഏരിയ കൊരട്ടിയിൽ മാത്രമല്ല, തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന കിടക്കുന്ന ഡയാസിസ്. അതിനിടയ്ക്ക് ആലുവയൊക്കെ അവിടെ നിന്ന് പോകും. ആലുവയില്ല, പക്ഷേ തൃശ്ശൂർ, അത് കഴിഞ്ഞ് ഇവിടെ തിരുമേനിയുടെ കൊരട്ടി, അത് കഴിഞ്ഞ് എറണാകുളം, ഇതൊക്കെയുള്ള കൊച്ചി ഭദ്രാസനത്തിൽ അംഗം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത് മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ തിരുമേനിയുമായിട്ട് പല അവസരങ്ങളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിന് മുൻപ് ചെന്നൈ മദ്രാസിൽ തിരുമേനി ഇരിക്കുന്ന സമയത്തും എനിക്ക് അവിടെ ഒരു പള്ളിയും സ്കൂളൊക്കെ ഉണ്ട്. അവിടുത്തെ അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് എന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. ഞാൻ പഠിച്ച് പോന്നിട്ടുള്ള പ്രിൻസ്റ്റൺ, അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സെമിനാരിയിൽ ഞാൻ പോകുന്ന കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരുമേനി അവിടെ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, അതിൻ്റെ അവിടുത്തെ കൗൺസിലുണ്ട്, അവിടെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. മാത്രമല്ല, കാസ ഇതിനെക്കുറിച്ചുകൂടെ പറഞ്ഞു, ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ. ആ സംഘടനയിലെ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നീട് മാർത്തോമ സഭയിലെ ഐറേനിയസ് എന്ന് പറഞ്ഞൊരു തിരുമേനിയാണ് എന്നെ പിന്തുടർന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ പേര് മാറ്റി ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത എന്നുള്ള പേര്. ആ ഐറേനിയസ് തിരുമേനിക്ക് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഐറേനിയസ് തിരുമേനിയെ കാസയുടെ കമ്മിറ്റിയിൽ കണ്ടു. വാസ്തവത്തിലെ കാസയുടെ സ്ഥാപിച്ച അംഗങ്ങളിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. 74 ഈ ഇപ്പോഴത്തെ ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ രജിസ്റ്റർ ചെയ്തതിൽ ഒപ്പിട്ടുള്ള ആളുകളിലെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാസിയുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഫണ്ട്സ് ഇവിടെ വരുന്നതിനെ കുറിച്ച് തടസ്സം വന്നു. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിട്ട് നമ്മുടെ ഫോറിൻ FCRA ബുദ്ധിമുട്ടായി. അത് കമ്മിറ്റിയിൽ ആലോചിച്ച സമയത്ത് തിരുമേനി എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ
തിരുമേനി പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയതല്ല, പക്ഷെ തിരുമേനി പറഞ്ഞു എനിക്ക് അൽഫോൻസ് കണ്ണന്താനത്തിനെ അറിയാം, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് ഈ കാര്യം അവിടെ അവതരിപ്പിക്കുക, എന്നിട്ട് നമുക്കിന്നെ ഉടനെ തന്നെ ക്ലിയറൻസ് കിട്ടണം. തിരുമേനിയും അതിൻ്റെ ഡയറക്ടർ ശാന്ത അഗർവാൾ കൂടിയുണ്ട്, ഇവരെല്ലാവരും കൂടി അവിടെ ചെന്ന് അൽഫോൻസ് കണ്ണന്താനത്തോട് പറഞ്ഞു, ഞങ്ങൾ കാസ ചാർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ സാമൂഹ്യ സേവനം ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മതമാറ്റം നടത്തുന്നിരുന്ന സംഘടനയല്ല, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ഫണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊരു മാസത്തിനുള്ളത് വേണ്ട കാര്യം ഉടനെ തന്നെ അന്വേഷിച്ച് വേണ്ട ചെയ്തു തരാം. അദ്ദേഹം അത് അന്വേഷിക്കുകയും ക്ലിയറൻസ് തരികയും ചെയ്തു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഡോക്ടർ അഗർവാളുണ്ട്. മാത്രമല്ല അതിനുശേഷം ഈ അടുത്ത സമയത്ത് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ യോഗ്യനായ ആൾ തിരുമേനിയാണ് അന്ന് നമ്മളെല്ലാവരെയും അവിടെ കൊണ്ടുപോവുകയും ഇതൊക്കെ ചെയ്തത്. എല്ലാ വിധത്തിലും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തിരുമേനി തന്നെ കാസയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സേവന രംഗത്ത് വിവിധ സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നല്ല ബന്ധങ്ങളുണ്ട്. അതിന് കൂടെയാണ് തിരുമേനിയുടെ ഈ പുസ്തകം എഴുത്തും. ഞാനും പുസ്തകം എഴുതുന്ന ഒരാളാണ്, സാഹിത്യകാരനല്ല, ഒരു എഴുത്തുകാരനാണ്. സാഹിത്യകാരനല്ലാതെ എഴുത്തുകാരനെന്ന് വെച്ചാൽ സാധാരണ ഭാഷയിൽ എഴുതുന്ന ആളെന്നർത്ഥം. എൻ്റെ 77ാമത്തെ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എനിക്കൊരു ഫോർവേഡ് എഴുതി തരുമോ? തിരുമേനി അതൊക്കെ വായിച്ചു നല്ലൊരു ഫോർവേഡ് എനിക്ക് എഴുതി തന്നു. അത് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു നന്ദി വാക്ക് പറയണ്ടേ. അപ്പോൾ ഞാൻ ആ ഒരു വരി കൂടി എൻ്റെ ആ പുസ്തകത്തിൽ ചേർത്തി. ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് സഭയിലെ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഡോക്ടറേറ്റ് ഡിഗ്രി സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ 1976 കോട്ടയത്ത് വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം എന്നെക്കാളൊക്കെ വളരെ പ്രായമുള്ള ആളായിരുന്നു, മരിച്ചുപോയി. അപ്പം അദ്ദേഹം സഭയിലെ ബുദ്ധിജീവിയായിട്ടുള്ള മെത്രാപ്പൊലീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഞാനൊരു വരി എഴുതി ചേർത്തു. ഓർത്തഡോക്സ് സഭയിലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ശേഷം വന്നിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്തയാണ് യാക്കോബ് മാർ ഐറേനിയസ് എന്ന് എഴുതി. പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇത് വായിച്ചിട്ട് വല്ലവരും ദേഷ്യപ്പെടുമോ എന്ന്. പക്ഷെ ഇന്ന് ബാബ തിരുമേനി അത് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ആരും ദേഷ്യപ്പെടാൻ പോകുന്നില്ല, ഞാൻ എഴുതിയത് ശരിയാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം ബുദ്ധിജീവിയായ ഒരു ഇൻ്റലക്ച്വൽ, ഒരു എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള തിരുമേനിയാണ്. അങ്ങനെ അത് കാണിക്കാറില്ല, പറഞ്ഞു നടക്കാറില്ല. അങ്ങനെയുള്ള ഈ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനിയുടെ കഴിവുകളെ നാം അംഗീകരിക്കുകയാണ്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, 1 of the 10 ഇൻ്റലക്ച്വൽ ബിഷപ്സ് ഇൻ ഓൾ ചർച്ചസ്. എല്ലാ സഭകളിലും നോക്കിയാലും തിരുമേൻ്റെ പേരവിടെ കാണും. അദ്ദേഹത്തിന് 2 ഡോക്ടറേറ്റ് ഉണ്ട്, 1 അല്ല 2 ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളിലല്ലേ വിദ്യാഭ്യാസപരമായിട്ട്, ബുദ്ധിപരമായിട്ട്, അതുപോലെ സാമൂഹ്യപരമായിട്ട്, ആത്മീയമായിട്ട് എല്ലാ തലങ്ങളിൽ നോക്കിയാലും നല്ല മനുഷ്യബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും എഴുതാനുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടാൻ 25 വർഷം പൂർത്തിയാകുന്ന ഈ അവസരം എടുത്തത് വളരെ നന്നായി. ചിലരൊന്നും ഓർക്കാതെ പോകും, എന്തിനാ ഈ ആഘോഷങ്ങളൊക്കെ എന്ന്. ആ നേരം വല്ലതും പ്രവർത്തിച്ചുകൂടെ എന്ന്. ശരിയാണ്. പക്ഷേ ഈ ആഘോഷത്തിൻ്റെ സമയത്ത് നിങ്ങളിൽ പലരും ഇതുവരെ അറിയാത്തൊരു കാര്യമാണ്, അദ്ദേഹം എഴുത്തുകാരനാണെന്നുള്ള. ഇവിടെ പുസ്തകങ്ങൾ കണ്ടപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ, ഇനിയും എത്ര എഴുതാനിരിക്കുന്നു എന്ന്. എൻ്റെയും ഒരിക്കൽ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ അത് അന്ന് മുഖ്യമന്ത്രി കരുണാകരനും അന്ന് സ്പീക്കർ തങ്കച്ചനും ഒക്കെ ആ പരിപാടിയിൽ തൃശ്ശൂർ ഓർത്തഡോക്സിലെ ബിഷപ്പൊക്കെ വന്ന് പ്രസംഗിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഗോൾഡൻ ജൂബിലിക്ക് കർദിനാൾ തിരുമേനി, ആലഞ്ചേരി തിരുമേനി വന്ന് പ്രസംഗിച്ചതും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചിട്ടുള്ളത് ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. 101 വയസ്സായ ക്രിസ്തോസ്റ്റൻ തിരുമേനിയും ഞാനും. ബാക്കി ആരും ഗോൾഡൻ ജൂബിലി ബിഷപ്പ് എന്നുള്ള നിലയിൽ ആചരിച്ചിട്ടുള്ള ആളുകൾ മരിച്ചുപോയി. 4 പേര് മരിച്ചു പോയിട്ടുണ്ട്. 2 പേരും ഓർത്തഡോക്സ് സഭയിലെ കാത്തോലിക്കന്മാരായിരുന്നു. 2 പേര്. ആദ്യത്തെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറിച്ചി ബാവ എന്ന് പറയുന്ന കാത്തോലിക്ക ബാവ, അദ്ദേഹം പിന്നീട് അതിന് ശേഷം മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് ഞാൻ ശാസ്താംകോട്ട പോയിട്ടുണ്ട്. ഈ 2 തിരുമേനിമാരാണ് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ കനാനായ സഭയിലുണ്ടായിരുന്ന ക്ലീമിസ് തിരുമേനി, അപ്പം 3 പേര്. പിന്നെ ഒരാൾ ലത്തീൻ സഭയിലുണ്ടായിരുന്ന ജെറോം ഫെർണാണ്ടസ്, കൊല്ലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിശുദ്ധനാക്കാനായിട്ട് പോകുന്നെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള 4 പേര് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചതായിട്ട് കേരള സഭയിലെ ഉള്ളതുള്ള കാലം ചെയ്ത് പോയി. ഇപ്പോൾ ക്രിസ്തോസ്റ്റൻ പേര് റിട്ടയർ ചെയ്തിട്ടിരിക്കുന്നു. ഓടി നടക്കുന്നവരിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഗോൾഡൻ ജൂബിലിന്. കാരണം ചെറുപ്പത്തിലേ പട്ടം കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും തിരുമേനിക്കും ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ ഇടവരട്ടെ. അപ്പോൾ 95 വയസ്സാകും. അപ്പോൾ അതുവരെ അദ്ദേഹം ആരോഗ്യത്തോടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ തന്നെ സമൂഹത്തിന് ലഭിക്കാൻ തക്കവണ്ണം വില്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഒരു ദിവസം ഡിവോഷൻ നടത്താനായിട്ട് അദ്ദേഹം
ഏൽപ്പിച്ചിരുന്നു. അത് കേട്ടപ്പോൾ പിന്നിൽ കുറച്ച് എൻ്റെ പിന്നിലിരുന്ന ചില ആളുകൾ വളരെ വലിയ വ്യക്തികളൊക്കെയാണ്. അവർ പറഞ്ഞു, ഓർത്തഡോക്സ് സഭയാണ് അദ്ദേഹം, ഇങ്ങനെ പ്രസംഗിക്കുമോ? ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാർ, അവരുടെ വിചാരം ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ അവർ പാട്ടും പാടി പ്രാർത്ഥിച്ച് നിൽക്കൊള്ളുന്ന. ഇത് ഓർത്തഡോക്സ് സഭ തന്നെയാണ്, ഇത് ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പാണ് എന്ന് അവിടെയുള്ള ആളുകൾ അത്ഭുതത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് വളരെ ശാന്തമായി പറയാൻ, അതേസമയത്ത് മനോഹരമായി പറയാൻ, വ്യക്തമായി പറയാൻ, ആഴമായ ആശയങ്ങളെ നമ്മൾ തരുവാൻ കഴിവുള്ളൊരു തിരുമേനിയായിരുന്നു. എൻ്റെ അയൽവാസി എന്ന് പറയാം, അദ്ദേഹം താമസിക്കുന്നത് കൊരട്ടി, ഞാൻ തൃശ്ശൂർ. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും ഇപ്പോൾ നേരുന്നു. അദ്ദേഹത്തിന് ദീർഘകാലം ആരോഗ്യത്തോടുകൂടെ, എനിക്ക് ആരോഗ്യം കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടെ ദീർഘകാലം പ്രവർത്തിക്കാനും, സിൽവർ ജൂബിലി കഴിഞ്ഞു, ഇനി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാനും സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ നന്ദി അപ്രിയം തിരുമേനിയും. May I request His Grace Thomas Matthew Motios, Episcopal of the Malangara Marthoma Syrian Church for Full State. കർത്താവിൽ പ്രിയ ദൈവജനമേ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. മാർ ഐരേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി പരിപാടികളിൽ സംബന്ധിപ്പാൻ എനിക്കിടയായതിൽ സന്തോഷിക്കുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിപ്പാനിടയായതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒന്ന് മാത്രമാണ്. തിരുമേനി വളരെ വ്യക്തിപരമായി ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കണം എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. 2-3 കാരണങ്ങളാണ്. ഒന്ന്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഞങ്ങൾ സമകാലികരായിരുന്നു, ഒരേ സമയത്ത് ക്രിസ്ത്യൻ കോളേജ് പഠിച്ചവരാണ്. മറ്റൊന്ന്, ന്യൂജേഴ്സിയിലുള്ള പ്രിൻസ്റ്റൺ തിയോളജിക്കൽ കോളേജിൽ മുൻപും പിൻപും ഓരോ വർഷങ്ങളിലെ വ്യത്യാസത്തിൽ ഞങ്ങൾ 2 പേരും പഠിച്ചവരാണ്. അവിടെ അഡ്മിഷനൊക്കെ ലഭിക്കുന്ന കാലയളവിൽ ഞങ്ങളത് ഒരുമിച്ചൊക്കെ ഇരുന്നതിനെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഓർക്കുന്നു, ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച്. അതിനുശേഷം എപ്പിസ്കോപ്പ ആയതിനു ശേഷം, മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം ചെന്നൈ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമന്യ തിരുമേനി ചെന്നൈ ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തയായി ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ പഠനകാലത്തെ ഒരു സൗഹൃദ ബന്ധം, സഭയിലെ ഒരു മേൽപ്പട്ടക്കാരനായതിനു ശേഷമുള്ള ഒരേ ഇടത്ത് തന്നെ പ്രവർത്തിപ്പാനിടയായ സൗഹൃദ ബന്ധം, ഇതെല്ലാം അനുസ്യൂതം തുടർന്നുകൊണ്ട് പോകുവാൻ പ്രിയപ്പെട്ട തിരുമേനി കാണിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യത്തെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും എന്നെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചതിൽ പ്രിയപ്പെട്ട തിരുമേനിയോടും സംഘാടകരോടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അത്യപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട തിരുമേനി. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവത്തിൻ്റെ കരുണയാൽ ആഴമായ അഗാധമായ പാണ്ഡിത്യം, ദൈവത്തിൻ്റെ കരുണയാൽ പട ചേർത്തവനെ ചേർത്ത് നിന്നുകൊണ്ടുള്ള വലിയ ശുശ്രൂഷ. പട ചേർത്തത് ആരാണ്? ദൈവമാണ് പട ചേർത്തത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആഴമായിട്ട് ദൈവവിശ്വാസം, ഇതാണ് തിരുമേനിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. ഇതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട തിരുമേനി തുടർന്നുള്ള ശുശ്രൂഷ കാലയളവൊക്കെ മലങ്കര സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുവാൻ നല്ലൊരു വഴിവിളക്കായി, വിളക്കിനെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എവിടെയോ ഒക്കെ അന്ധകാരമുണ്ട്, നല്ലൊരു വഴിവിളക്കായി മേൽപ്പട്ടക്കാരുടെ ഇടയിലൊക്കെ ശോഭിപ്പാൻ പ്രിയപ്പെട്ട തിരുമേനിക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഭകളുമായിട്ടുള്ള തിരുമേനിയുടെ നല്ല വ്യക്തിപരമായ ബന്ധം ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. വളരെ തുറന്ന മനസ്സോടുകൂടി ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രിയപ്പെട്ട് തിരുമേനി കാണിക്കുന്ന മനഃപൂർവ്വമായ താല്പര്യം, എക്യൂമെനിക്കൽ വേദികളിലൊക്കെയുള്ള പ്രിയപ്പെട്ട തിരുമേനിയുടെ നിറഞ്ഞ സാന്നിധ്യം, കാസായുടെ മീറ്റിങ്ങുകളിലും മറ്റും ഞങ്ങൾ ഒരുമിച്ച് പല മീറ്റിങ്ങുകൾ സംബന്ധിച്ച കാലമൊക്കെ ഓർക്കുന്നു. അതുകൊണ്ട് തിരുമേനിയെ തുടർന്നും മലങ്കര സഭയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഭാരത സഭയ്ക്ക് നല്ല ഒരു 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 വിളക്കായി തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാർഗദർശകനായി എന്നും ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. ഇതാ ശുശ്രൂഷൻ്റെ ജോലി. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. 2, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ അത് മാത്രം കരണീയമായിട്ടുള്ളൂ. ഒരു മേൽപ്പട്ടക്കാരെന്ന നിലയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ തുടർന്ന് നിർവഹിപ്പാൻ ആയുസ്സും ആരോഗ്യവും പ്രിയപ്പെട്ട തിരുമേനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മാർത്തോമാ സഭയുടെയും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രിയപ്പെട്ട തിരുമേനിക്ക് എല്ലാ ആശംസകളും നൽകുന്നു. തുടർന്നും ദൈവം തമ്പുരാൻ ധാരാളം കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം എന്നൊരു പറച്ചിലുണ്ട്. ഇനിയും വളരെ മെച്ചമായത് പ്രിയപ്പെട്ട തിരുമേനിയിലൂടെ സമൂഹത്തിന് സംഭാവന ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. വാക്ക് ദ ടോക്ക് എന്ന പദപ്രയോഗത്തിൻ്റെ ആൾരൂപമാണ് തിരുമേനി എന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹ സൂചകമായി ഒരു ഷോൾ അണിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്.